ഇനി നമുക്ക് നോക്കാനുള്ളത് സെലക്ഷൻ ആണ്. എന്താണ് സെലക്ഷൻ എന്ന് നമുക്കറിയാം. നാം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു സെലക്ഷനെ കുറിച്ച്. സെലക്ഷൻ നമുക്ക് ഇങ്ങനെ പറയാം: ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് പേഴ്സൺ ഔട്ട് ഓഫ് എ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. അതായത് സ്വാഭാവികമായിട്ടും റിക്രൂട്ട്മെന്റിലൂടെയൊക്കെ കുറേ ആളുകൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അതിൽ നിന്നും ഏറ്റവും നല്ല, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് സെലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കൽ. നമുക്ക് ഇങ്ങനെ കൂടി മനസ്സിലാക്കുക: ഇറ്റ്സ് എ നെഗറ്റീവ് പ്രോസസ് ഇൻ സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിലെ തന്നെ ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. കാരണം റിക്രൂട്ട്മെന്റിലൂടെയൊക്കെ നാം പരമാവധി ആളുകളെ കൊണ്ട് ജോബിന് അപ്ലൈ ചെയ്യാനാണ് ശ്രമിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അതിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും ബാക്കിയുള്ള ആളുകളെ നാം റിജക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നാം ഒരു നെഗറ്റീവ് പ്രോസസ്സായിട്ട് പറയുന്നത്. ഇനി നോക്കേണ്ടത് പ്രോസസ് ഓഫ് സെലക്ഷൻ ആണ്. സെലക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ. ദ വെരി ഫസ്റ്റ് വൺ, പ്രിലിമിനറി സ്ക്രീനിങ്. എന്താണ് പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇൻ പ്രിലിമിനറി സ്ക്രീനിങ് ഇറ്റ് ഹെൽപ്സ് ദ മാനേജർ ടു എലിമിനേറ്റ് അൺക്വാളിഫൈഡ് ഓർ അൺഫിറ്റ് ജോബ് സീക്കേഴ്സ്. അതായത് നമുക്ക് ക്വാളിഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അതിന് ഫിറ്റ് അല്ലാത്ത ആളുകളെ ഈ പ്രിലിമിനറി സ്ക്രീനിങ് കഴിയുന്നതോടുകൂടി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. ആൻ എംപ്ലോയ്മെന്റ് ടെസ്റ്റ് ഈസ് എ മെക്കാനിസം ദാറ്റ് അറ്റംപ്റ്റ് ടു മെഷർ സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ. അതായത് നമ്മുടെ ജോബിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റാണ് സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റ് പലതരത്തിലുണ്ട്, നമുക്കത് നോക്കാം. ദ വെരി ഫസ്റ്റ് ടെസ്റ്റ് ഈസ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് ഇവിടെ നടത്തുന്നത്. ദിസ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂസ്ഡ് ടു മെഷർ ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് IQ. നമുക്കറിയാലോ, IQവും അതുപോലെ തന്നെ ഒരാളുടെ ലെവൽ ഓഫ് ഇൻ്റലിജൻസും, അയാൾക്ക് എത്രത്തോളം, അയാൾക്ക് ബുദ്ധിപരമായ അയാളുടെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാം നടത്തുന്ന ടെസ്റ്റാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. നമുക്ക് ആ പേര്, എല്ലാത്തിൻ്റെയും പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ന്യൂ സ്കിൽ. അതായത് പുതിയ പുതിയ അറിവുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിനുമുള്ള ഒരു ഇൻഡിവിജ്വലിന് എത്രത്തോളം പൊട്ടൻഷ്യൽ, എത്രത്തോളം താല്പര്യമുണ്ട് എന്ന് നാം വിലയിരുത്തുന്ന ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അടുത്ത മൂന്നാമത്തെ ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ഓർ ഇറ്റ് ഗെറ്റ്സ് എ പേഴ്സൺസ് ഇമോഷൻസ്, റിയാക്ഷൻസ്, മെച്യൂരിറ്റി, വാല്യൂ സിസ്റ്റംസ് എക്സെട്ര. അതായത് ഒരു വ്യക്തിയുടെ ഇമോഷൻസ്, അയാളുടെ റിയാക്ഷൻസ്, അതുപോലെ മെച്യൂരിറ്റി, എത്രത്തോളം വാല്യൂ സിസ്റ്റംസ് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്നൊക്കെ, ഒരാളുടെ സ്വഭാവം, അയാളുടെ ഇടപെടലൊക്കെ പരിശോധിക്കുന്ന ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അടുത്തൊരു ടെസ്റ്റാണ് ട്രേഡ് ടെസ്റ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. ദിസ് ടെസ്റ്റ് മെഷർ ദ എക്സിസ്റ്റിംഗ് സ്കിൽ ഓഫ് ദ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വലിനെ ഏത് ജോബിലേക്കാണോ നാം വിളിച്ചിട്ടുള്ളത് ആ മേഖലയിൽ ഇയാൾക്ക് എത്രത്തോളം അറിവ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ജോബ് എടുക്കേണ്ട മേഖലയിൽ ടെക്നിക്കലായിട്ടുള്ള മേഖലയാവാം, ഏത് മേഖലയായാലും എത്രത്തോളം അറിവുണ്ട് എന്ന് നാം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ട്രേഡ് ടെസ്റ്റ്. ഇനി മറ്റൊരു ടെസ്റ്റ് കൂടി ഉണ്ട്, അതിൻ്റെ പേര് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്നാണ്. അതായത് ചില ആളുകൾക്ക്, ഓരോ ആളുകൾക്കും ഓരോ ജോബിനോടായിരിക്കും താല്പര്യം ഉണ്ടാവുക. അവരുടെ താല്പര്യം, ദേ ഹാവ് ഹൗ മച്ച് ഇൻട്രസ്റ്റ് ദേ ഹാവ് ഇൻ എ പെർട്ടിക്കുലർ ജോബ്. ഒരു ജോബിൽ അവർക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ നാം പരിശോധിക്കുന്ന ടെസ്റ്റാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ 2 സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. എന്താണ് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ, ഇറ്റ്സ് എ ഫോർമൽ ഇൻ ഡെപ്ത് കോൺവെർസേഷൻ കണ്ടക്റ്റഡ് ടു ഇവാലുവേറ്റ് ദ ആപ്ലിക്കൻസ് സ്യൂട്ടബിലിറ്റി. അതായത് നാം ഇവിടെ ജോബിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആളെ നമ്മൾ വളരെ ഫോർമലായിട്ട്, ഡെപ്തായിട്ട്, അതായത് വളരെ വിശദമായി അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആപ്ലിക്കൻ്റ് നമുക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. അതായത്
ഇവർ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവരങ്ങൾ ശരിയാണോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് അവർ അവരുടെ ബയോഡേറ്റയോടൊപ്പം, അതായത് അവരുടെ CV തന്നെ അവർ ചില ആളുകളുടെ നെയിമും അഡ്രസ്സും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിലൊക്കെ അതിനകത്ത് കൊടുക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംപ്ലോയീസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള കാൻഡിഡേറ്റ് അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് നമ്മുടെ സ്ഥാപനത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒന്നുകിൽ പഠിച്ച സ്കൂളിലെ ഏതെങ്കിലും അധ്യാപകരുടെയോ അല്ലെങ്കിൽ ഇങ്ങനെ പലരുടെയും നമ്പേഴ്സൊക്കെ കൊടുത്തിട്ട് അവരുമായി കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അടുത്ത സ്റ്റെപ്പ് സെലക്ഷൻ ഡിസിഷനാണ്. ഇവിടെയാണ് ഫൈനൽ ഡിസിഷൻ നടക്കുന്നത്. അതായത് ആ കാൻഡിഡേറ്റിനെ നാം ഇതുവരെയുള്ള ടെസ്റ്റും ഇൻ്റർവ്യൂവും ഈ റെഫറൻസ് ചെക്കൊക്കെ ഓക്കെ ആയി എല്ലാം ക്ലിയർ ആയെങ്കിൽ അവസാനം നടത്തുന്ന ഒന്നാണ് സെലക്ഷൻ ഡിസിഷൻ. അതായത് അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ഇനി ഇതിന് ശേഷം അവർക്ക് ജോബ് ഓഫർ കൊടുത്തതിന് ശേഷം അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അതായത് ചില ജോബുകൾക്ക് ഫിറ്റ്നസ് ടെസ്റ്റ് അത്യാവശ്യമാണ്. ഇതാണ് മെഡിക്കൽ എക്സാമിനേഷൻ. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജോബ് ഓഫറാണ്. ഈ ജോബ് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കൻറ്റിന് എല്ലാ ഈ മുകളിൽ പറഞ്ഞ എല്ലാ ഘടകങ്ങളും കഴിഞ്ഞ് എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞിട്ടാണ് നമുക്ക് ജോബ് ഓഫർ കൊടുക്കുക. ജോബ് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ലെറ്റർ ആയിട്ടോ ഒക്കെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ജോബ് ഓഫർ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോൺട്രാക്ട് എംപ്ലോയ്മെൻറ്റ്. അതായത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് അവിടെ, അതായത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻ്റ് ഒക്കെ സൈൻ ചെയ്യുകയാണ്. ഇത്രയുമാണ് സെലക്ഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്.